Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഒരു നാടൻ ഭക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പലഹാരമാണു, പക്ഷെ പലഹാരമായിട്ട് എടുക്കാവോ എന്ന് ചോദിച്ചാൽ അതൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. ചായയുടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അത് ഇച്ചിരി എന്നാ പറയുക, ഇച്ചിരി സ്പൈസി ആണെന്നു. നല്ല സ്പൈസിനെസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നമ്മുടെ നാവിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല രുചിയാണ്. ഇത് ശരിക്കും ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ ചെമ്മീൻ അട. ഈ ചെമ്മീൻ അട ചെയ്യാനായിട്ട് ഒത്തിരി എളുപ്പമാണ്. നമ്മൾ ഇതിന് മുന്നേ അന്നേരം ഒരു ഇലയപ്പം ചെയ്തായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത്, തേങ്ങായും ശർക്കരയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ വിളയിച്ചൊക്കെ എടുത്തേച്ച് അടയ്ക്കകത്ത് വെക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ചെമ്മീനാണ് വെക്കാൻ പോകുന്നത്. സെയിം സാധനം തന്നെയാണ്, പക്ഷേ ഈ മാവ് കുഴയ്ക്കുന്നതിനകത്തും ഒക്കെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാന്നോ, ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ പറയാം. അതനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ കൂട്ട് എന്നാ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അല്ലെ മൊത്തമായിട്ട് പറയുമ്പോഴത്തേനുണ്ടല്ലോ മൊത്തം കൺഫ്യൂഷനായി പോകും. ഇതിന് എന്നൊക്കെ വേണ്ട ചേരുവകളെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. അതല്ല നമ്മുടെ വീട്ടിലിപ്പോൾ പെട്ടെന്ന് വെളിച്ചെണ്ണ ഇല്ല എന്ന് തോന്നുവാന്നേൽ ഏതെങ്കിലും ഒരു വെജിറ്റബിളാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ഇച്ചിരി സവാളയാന്നേ. അതിങ്ങോട്ട് കൊത്തി അരിഞ്ഞെടുക്കണം, അതായത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല പൊടിച്ചതാണ്, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീനാണ് വേണ്ടിയത്. ഇതൊക്കെ മുഴുത്ത കൊഞ്ചു വേണ്ട, ഒരു ഇടത്തരം. പിന്നെ കുറച്ച് പുതിന ഇല, ഇച്ചിരി മല്ലിയില വേണം, പിന്നെ ഇച്ചിരി കറിവേപ്പില വേണം. അതെൻ്റെ കാര്യമായിട്ട് വെച്ചേക്കുവാന്നേ. അതെന്നാന്നറിയോ, ഈ പറഞ്ഞ പോലെ തണ്ടെടുത്ത് വെച്ച് ഇച്ചിരി അങ്ങ് പിച്ചി പറിച്ചിടുവാന്നേലും എനിക്ക് അങ്ങോട്ട് തൃപ്തി പോരാ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, എൻ്റെ എതത്തിനിടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് വെച്ചേക്കുവാണേ. അതുകൊണ്ട് അതിൻ്റെ അളവില്ല, നമ്മുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് തക്കാളി അരിഞ്ഞതാണ്. പിന്നെ ഇനി ഞാൻ മാവ് കുഴയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതെന്നാന്നറിയോ, നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ തിളച്ച വെള്ളത്തിൽ നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുക. അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് പിഴിയുന്ന പോലത്തെ ലൂസ് കട്ടിയായിട്ട് കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വെള്ളം നല്ലോണം നമ്മൾ സ്പൂൺ വെച്ച് ചൂടോടാക്കുകയല്ലേ. ഇച്ചിരി ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിഞ്ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം ഇതും ചെറിയ ഉള്ളി ചതച്ചതും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് പിന്നെ ഇച്ചിരി തേങ്ങായും കൂടെ ഇട്ട് കുഴച്ചെടുത്തേക്കുന്ന മാവായത്. എന്നാക്കെയാണെന്നറിയാവോ? തേങ്ങായ, ജീരകം, ചെറിയ ഉള്ളി, ഉപ്പ്. വേണേ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചോളൂ. അന്നേരം ഉണ്ടല്ലോ നമുക്ക് പരത്താനായിട്ട് ഒരു ഇച്ചിരി എളുപ്പമാണ്. ഞാൻ പക്ഷേ ഇതിനകത്ത് നെയ്യ് ഒഴിച്ചില്ല. വേണമെങ്കിൽ ഒഴിച്ചേച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം പരത്താനും ഇത് വെന്ത് വരുമ്പോഴും ഒരു നല്ലൊരു സ്വാദ് വരുവേ. ഇപ്പം ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു ഇച്ചിരി പ്രയാസപ്പെട്ട പണി ആയതുകൊണ്ട് ചൂടോടെയൊക്കെ കുഴയ്ക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അന്നേരം ഇച്ചിരി കുഴച്ച് നേരത്തെ വെച്ചേക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആ മസാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നല്ലേ, അതിന് അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് ഇന്ന് തനി നമ്മൾ എന്നാ പറയുക, നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു മണമൊക്കെയാണ്. ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മണം ഒരു പ്രത്യേകമാണേ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണയെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ലാസ്റ്റ് എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ കൊഞ്ചൊന്ന് ഇച്ചിരി മൊരിഞ്ഞു വരികയും വേണം. എന്നാൽ ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങളെല്ലാം വഴന്ന് കിട്ടാനും കൂടി ഉള്ളതാണ്. അന്നേരം ആ കണക്കിനായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. പിന്നെ കൊഞ്ച് മൂക്കാനായിട്ടൊന്നും ഒഴിക്കേണ്ട. കാര്യം എന്നാന്ന് പറയുക, എല്ലാം വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് എണ്ണ തെളിയും. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ ആ ഉള്ള എണ്ണയെ വെച്ച് അങ്ങോട്ട് മുരിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു എന്നുള്ളൊരിതും വരികയില്ല.
എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇടണേ. ഉള്ളി ഇച്ചിരി കൂടുതലായിട്ടിരുന്നോട്ടെ, അല്ലെങ്കിൽ അരപ്പ് കാണുകയില്ല. ഇതൊരു മുഴുത്ത ഒരു 2 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഉള്ളി കൂടുതൽ എടുത്താൽ പോലും ഒരു കാര്യം ഞാൻ പറയാം, ഉള്ളി നല്ലതായിട്ടൊന്ന് മൂക്കണം. ഇല്ലേലുണ്ടല്ലോ ആ പച്ചച്ചൊവ കാണും, അത് ഒക്കെയല്ല. ഈ ഉള്ളി മൂക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എരിവ് കണക്കാക്കി ഇട്ടോണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത് രണ്ടിനും എരിവുള്ളതാണ്. അതുകൊണ്ട് പച്ചമുളക് നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇതിപ്പോൾ സ്പൂൺ കണക്കായിട്ടൊന്നും പറയാൻ ഒക്കെയല്ല. ഒരു 3 പച്ചമുളക് അങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞോ. ഇനി വെളുത്തുള്ളി ഇഞ്ചി ആണെങ്കിൽ 1.5 സ്പൂൺ വെച്ച് അങ്ങ് ഇട്ടു. അല്ലേലുണ്ടല്ലോ കൊഞ്ച, അപ്പോൾ ഇച്ചിരി ഒന്ന് ദഹനത്തിനും ഒക്കെ നല്ലതാ. അല്ലെ ചിലർക്കൊക്കെ ആന്നേൽ വയറ് നോവെന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഇത് ഞാൻ ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഈ കുഞ്ഞായിട്ട് അരിയുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ വെളുത്തുള്ളി 1.5 സ്പൂൺ ഇട്ടെന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി 1.5 സ്പൂൺ ഇടണമെന്നില്ല. ചില സമയം നമ്മൾ അങ്ങനെ ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇഞ്ചിയുടെ ഒരു കുത്തൽ വെച്ചൊരു മുന്നേ നിൽക്കുവേ. ഇഞ്ചിന് ബേസിക്കലി ഒരു എന്നാ പറയുക, ഒരു ടേസ്റ്റ് ഇല്ലേ, അത് മുന്നോട്ട് വരും. വെളുത്തുള്ളിയോളവും അത് അങ്ങോട്ട് മാറുകയില്ല. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെളുത്തുള്ളിയെ നോക്കുവാണെങ്കിൽ 1.5 സ്പൂൺ വെളുത്തുള്ളി ഇടുവാന്നേൽ 1 സ്പൂൺ ഇഞ്ചി ഇട്ടേച്ചാൽ മതി. അപ്പോൾ അതെന്നുണ്ടോ നല്ലതായിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഉള്ളിയും കൂടെ എണ്ണയിൽ വഴന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ആ മണം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കണക്ക് ഞാൻ പറയുകയില്ല, ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടിപ്പ് ചെയ്തോ. നമുക്ക് നേരം ഇല്ലെന്ന് വെച്ചാലേ നമുക്കൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം അതങ്ങ് വാടി കിട്ടും. എന്നാൽ പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോണം, ഓർക്കാണ്ടെടുത്ത് ചേർത്തേക്കരുത്. ആദ്യത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം രണ്ടാമത് ചേർക്കാൻ. ഇച്ചിരി നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ അല്ല, എന്നാലും ആ ഒരു എന്നാ പറയുക, നമ്മൾ ഇടുമ്പോൾ ഒരു വൈറ്റ് കളറാണ്. ഇപ്പം ഞാനൊന്ന് ബ്രൗൺ, ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. മൊത്തം അങ്ങ് ക്രിസ്പി ബ്രൗൺ അല്ല, ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്ന പൊടിയോ അല്ലാവ. ഫസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. എരിവ് കണക്കാക്കി വെച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. പോരാന്ന് തോന്നുവാന്നേലും ഒരു ഇച്ചിരി കൂടി ഇട്ടു. കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം. ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ചൊവ അങ്ങ് മാറണം, റോ ടേസ്റ്റ് അങ്ങ് മാറണേ. ആ പൊടി ഒന്ന് മൂക്കണം, അത്രേ ഉള്ളൂ. പൊടി ഇടാൻ നേരം ലോ ഫ്ലെയിമും, ഇട്ട് കഴിയുമ്പോഴത്തേനും ഇച്ചിരി ഹൈ ഫ്ലെയിമേ വെച്ചു. മൂക്കാനൊന്നും അധികം നേരം കൊണ്ടാവുകയില്ല. അതൊന്ന് നല്ലതായിട്ട്, എന്തായാലും ചീനച്ചട്ടി ചൂടായി കിടക്കുമല്ലേ, അന്നേരം അത് പെട്ടെന്നാവാനേ ഉള്ളൂ. പിന്നെ അന്നേരം കൊഞ്ചിൻ്റെ അളവ് അനുസരിച്ച് വെച്ച് വേണം നമ്മൾ ആ എരിവ് നോക്കാൻ. എരിവ് നോക്കുമ്പോഴത്തേക്കും പച്ചമുളകുണ്ട്, മുളക് പൊടിയുണ്ട്, കുരുമുളകും ഉണ്ട്. അത് ബാലൻസ് ചെയ്തേച്ച് വേണം രണ്ടാമത് കുരുമുളക് ചേർക്കാൻ. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇടുക. അതല്ല മുളക് പൊടി മതിയെന്ന് തോന്നുവാണെങ്കിൽ അതിടുക. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഏതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയെന്ന് വെച്ചാൽ അത് കൂടുതലിടുക. എൻ്റെ കണക്ക് ഞാൻ പറയുവാന്നേൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ. പിന്നെ ആദ്യം നമ്മൾ ഇപ്പം ഇട്ടേക്കുന്ന പൊടിയാണ്. പിന്നെ കുറച്ചൊന്ന് മൂക്കാൻ തുടങ്ങുകയല്ലേ, അന്നേരം കുരുമുളക് കുറച്ച് ചതച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് മൂത്ത് കഴിഞ്ഞ്, പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെമ്മീൻ ഇടാൻ പോവാം.
ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ആ അരപ്പയിലൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മല്ലിയില അല്ല നമ്മുടെ പുതിനയിലയല്ലേ, അതൊരു ഫ്ലേവറിങ് മാത്രം മതി, ഒരുപാട് വേണ്ട. പുതിനയില കൂടുതലും നമ്മൾ എന്നാ പറയുന്ന ബിരിയാണിക്കൊക്കെ ഇടുന്നത്, ഇതിനധികം ഇടുകയില്ല. പക്ഷെ എന്നാലും ഈ കൊഞ്ചല്ലേ അന്നേരം ഒരു ഇച്ചിരി ആ മീനിൻ്റെ ഒക്കെ ഒരു ഇത് മാറിയേച്ച് ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരാനും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫ്ലേവറിങ് ഏജൻ്റാണ്. ഒരു 2-3 ഇല ഇട്ടേച്ചാൽ മതി. അത് കഴിഞ്ഞേച്ച് കുറച്ച് മല്ലിയില, രണ്ടിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് വരണം. ഇതൊക്കെ പോരാ, നമ്മുടെ കറിവേപ്പിലൊന്നും ഇട്ടാലേ അതിനൊരു ഗുണം വരൂ. നേരത്തെ കുറച്ച് ഉപ്പിട്ടായിരുന്നു, ഇനി എന്നാലും കുറച്ചുകൂടെ ഒരിച്ചിരി ഉപ്പിടാൻ പോവാ. അരപ്പ് മുഴുവൻ കൊഞ്ചയിൽ നല്ലതായിട്ടൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ? കൊഞ്ചിനകത്ത് നിന്ന് വെള്ളം ഊറും, പക്ഷെ എന്നാലും നമുക്കൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേക്കാം. എന്നാന്നറിയോ, ഞാൻ എപ്പോഴും പറയുവല്ലേ, എന്നാതാന്നേലും മീൻ മറ്റേ ചെറിയ മീനാന്നേലും ഒക്കെ കുഴപ്പമില്ല, മറ്റേ ഇറച്ചിയായാലും കൊഞ്ചായാലും കണവയായാലും എന്നതാണേലും എല്ലാവരും പറയുന്നത് വേവ് കുറവാന്ന്. ഏതാ കൊഞ്ചിനും കണവയ്ക്കും ഒക്കെ, പക്ഷെ എന്നെ കൊണ്ട് ഒക്കിയല്ല. നമ്മുടെ കൊഞ്ച് വേവിച്ച് ഞാൻ എന്നാ ചെയ്തെന്ന് നോക്കിയാൽ ഇത് നല്ല അങ്ങ് ഡ്രൈ ആക്കി മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മൊരിഞ്ഞ സമയത്ത് എന്നാ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തക്കാളി ഇടണം. അതായത് ഒരു തക്കാളി അങ്ങോട്ട് വെന്തങ്ങ് ചേരരുത്, ആ ചുമന്ന നിറം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് കണ്ടേച്ചാൽ ഉണ്ടല്ലോ, നല്ലതാണ്. എന്നാൽ ഒരു ഇച്ചിരി പുളിയൊക്കെ വരികയും ചെയ്യും, ഒത്തിരി അങ്ങോട്ട് വരികയില്ല. ഇനി എന്നാന്ന് വെച്ചാൽ ബാക്കിയിരിക്കുന്ന കംപ്ലീറ്റ് മല്ലിയില ഇട്ടു. ഇനി ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക്, പൊടിയല്ല കുരുമുളക്. വാങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കറിക്ക് ഒരു ഇച്ചിരി കൂടി രുചി വരണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് ഒരു ഡീപ്പ് ഫ്രൈ മാത്രം, കൂടുതലൊന്നും വേണ്ട. ഇനി ആ തക്കാളി വേവാനോ അങ്ങനെ ഒന്നും നിൽക്കേണ്ടതേണ്ട, ഇതേ കൂട്ടങ്ങ് മുരിച്ചെടുത്തേച്ചാൽ മതി. ഇല്ല നമ്മൾ ഗ്രേവി ആയിട്ട് വെക്കുവാണെങ്കിൽ ഇതിനകത്തുണ്ടാവുന്ന ഒരു പ്രയാസം എന്നാണെന്നറിയാവോ? നമ്മൾ അട അങ്ങോട്ട് വെച്ചേച്ച് പിന്നെ വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേന് അതിങ്ങനെ ഒലിക്കുവേ അതിൻ്റെ ആ ഗ്രേവി, അപ്പോൾ അത് കൊള്ളുകയില്ല. അന്നേരം നമ്മുടെ ഇലയപ്പത്തിലെല്ലാം ആയിരിക്കും. ചില സമയത്ത് ഇങ്ങനെ ചെയ്താൽ പോലും അതിൻ്റെ ഇലയപ്പത്തിനകത്തായെന്നിരിക്കുവേ. അതുകൊണ്ട് ഗ്രേവിയും കൂടെ ആകുമ്പോൾ പിന്നെ മൊത്തം അങ്ങ് കുതിർന്ന് വല്ലാതായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് എത്ര ഡ്രൈ ആക്കാൻ ഒക്കുമോ അത്രയും ഡ്രൈ ആക്കി വെക്കുക. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വെച്ചേച്ച് അപ്പച്ചെമ്പ് അടുപ്പി വെച്ച് വെള്ളവും തിളയ്ക്കാൻ വയ്ക്കാം. ഇവിടുന്ന് ചൂടാവട്ടെ. അന്നേരത്തേക്ക് ഞാൻ ഇതെങ്ങനെയാണ് പരത്താനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലയപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അമ്മമാരൊക്കെ ആന്നേൽ അതിനെ നല്ല അസലായിട്ട് കുഞ്ഞായിട്ട് പരത്തിയെടുക്കുവേ, ഒട്ടും കട്ടി കാണുകയില്ല. പക്ഷെ നമ്മളൊക്കെ പരത്തുമ്പം അത്രയും പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. കട്ടി കുറച്ച് നമുക്ക് പരത്താവോ അത്രയും കട്ടി ഓർത്ത് പരത്തുക. അല്ലെന്നുണ്ടെങ്കിൽ അടക്കി ഇച്ചിരി കട്ടി കൂടുതൽ അന്നേലുണ്ടല്ലോ ടേസ്റ്റ് പോകും. അങ്ങനെ അന്നേലും ടേസ്റ്റ് പോകും. ഞാൻ ആദ്യമായിട്ടൊക്കെ ഇത് പരത്താൻ ശ്രമിച്ച സമയത്തൊക്കെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തേച്ച് പിഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തി നോക്കിയിട്ടുണ്ട്. എന്നാക്കെ പണി എളുപ്പം വിദ്യ നോക്കിയിട്ടുണ്ടെന്നറിയാം. ചപ്പാത്തി പരത്തുന്ന എടുത്ത് വെച്ചേച്ച് അതും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒക്കെയല്ല, നമ്മൾ ഈ കൈ വെച്ച് പരത്തുന്നതേ നടക്കത്തുള്ളൂ. അത് അമ്മ എപ്പോഴും പറയും, ഈ 3 വിരൽ വെച്ചിട്ട് ഇച്ചിരി വെള്ളം തൊട്ട് മാക്സിമം തിന്നായിട്ട് പരത്താൻ ഒക്കുന്നതാണ് ഇലയപ്പത്തിൻ്റെ സക്സസ് എന്ന് പറയുവേ. അതുകൊണ്ട് മാക്സിമം എത്ര നമുക്ക് തിന്നായിട്ട് പരത്താൻ ഒക്കുമോ അത്രയും ചെയ്യുക. പിന്നെ ഇടയിലൊക്കെ പൊട്ടി പോകാതെയും ഒക്കെ, അറ്റമൊക്കെ ഇച്ചിരി പൊട്ടിയാലും പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇടയിലൊന്നും പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചു വരും. ഈ ഇത്രയും പരത്തിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു സ്പൂണ്, ഈ അരപ്പുണ്ടല്ലോ തന്നെ തിന്നാനാന്നേലും നല്ല സ്വാദാന്നേ,
ഒരു വശത്തെ വെക്കാവുള്ളേ അരപ്പ്. അന്നേച്ച് ഒരു വശം വെച്ച് അങ്ങോട്ടങ്ങ് അറ്റം എല്ലാം ഒന്ന് നല്ലതായിട്ട് അമക്കുക. അന്നേച്ച് ഈ 4 സൈഡ് അല്ലെങ്കിൽ 3 സൈഡ് ആക്കി വെച്ച് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് അങ്ങ് വെച്ചു. ഇലയിൽ ആദ്യം ഒരു ഇച്ചിരി എണ്ണ തടവണേ. ഒത്തിരി മുഴുത്ത ഉരുള എടുക്കണ്ട, ഒരു മീഡിയം സൈസ് എടുത്തേച്ചാൽ മതി. എന്ന് വെച്ചാൽ അതിനെ മാക്സിമം എത്ര പരത്താവോ അത്രയും പരത്തണം. പിന്നെ നമ്മൾ പരത്തി തുടങ്ങി കഴിഞ്ഞാൽ എണ്ണ തൂക്കണ്ട, അല്ലാതെ നമ്മൾ വെള്ളത്തെ തൊട്ടേച്ച് വേണം നമ്മൾ അതിനെ പരത്തി എടുക്കാനായിട്ട്. പിന്നെ ഇലയപ്പാന്നേൽ നെയ്യ് തൊട്ട് തൂക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇലയപ്പത്തിനൊക്കെ ആന്നേൽ ആ നെയ്യേ വിളയിക്കുന്ന തേങ്ങായും എല്ലാം. അന്നേരം ഇതിനകത്ത് ഒരു ഇച്ചിരി നെയ്യെ തൊട്ട് തടവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അരികൊക്കെ നല്ലതായിട്ട് അങ്ങ് ഒട്ടിച്ചോണേ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്നുവെച്ചാൽ 2 സൈഡും ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി വെച്ച് സ്ട്രെയിറ്റ് ഇഡ്ഡലി കുട്ടകത്തിലേക്ക്. നമ്മുടെ അട ഇവിടെ ആവി കയറുന്നതേ ഉള്ളൂ. കുറച്ച് അതെന്നറിയാമോ, അടയൊക്കെ വെപ്രാളം പിടിച്ചാലുണ്ടല്ലോ അത് വേവുകയില്ല. എന്നാലും ഇലയപ്പത്തിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. ഇത് ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാന്നു. ഏതായാലും നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ, എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. പിന്നെ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിന് ഒരു സർപ്രൈസും കൂടിയാന്നു ഇന്ന് ഞാൻ ഈ ചെമ്മീൻ അട ചെയ്തത്. അതെന്നാന്ന് വെച്ചാൽ ചെമ്മീൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എന്നാ പറയുന്നത്, നമ്മൾ ആ ഒരു സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സിനിമ ഇനിയുള്ള കാലമോ അല്ലെ പോയ കാലമോ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കോ ഒന്നും മറക്കാനൊക്കത്തില്ല. എവർഗ്രീൻ ഹിറ്റ് ആ മൂവി. പിന്നെ ആണെങ്കിൽ അതിനകത്തെ ക്യാരക്ടേഴ്സ് എല്ലാം ലൈവ് ക്യാരക്ടേഴ്സ് ആയിരുന്നേ. ആരാ മറക്കാൻ പോകുന്നത്? അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചെമ്പൻ കുഞ്ഞിനെ അനശ്വരമാക്കിയ കൊട്ടാരക്കര സാറിൻ്റെ മകളാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് വരാൻ പോകുന്നത്. ചേച്ചിയായിട്ട് ശരിക്കും ഞാനുണ്ടല്ലോ സിനിമയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ചേച്ചി വന്നല്ലോ. നമസ്തേ നമസ്തേ. വരൂ ചേച്ചി, വരൂ ചേച്ചി, എൻ്റെ അടുക്കളയിലേക്ക് അകത്തേക്ക് കയറി വരാമല്ലോ. ഹലോ. ചേച്ചിയെ മാത്രം കെട്ടിപ്പിടിച്ചാൽ സ്നേഹം കൂടുന്നുണ്ടോ? പിന്നെ ഞാൻ പറയട്ടെ, ചേച്ചിയായിട്ട് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോഴാ ദൈവം എനിക്കൊരു ചാൻസ് തന്നെ. അയ്യോ ചേച്ചി, സന്തോഷം. ആരാധികയെക്കാട്ടിലും ചേച്ചി എന്നെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയേ. ഇതെന്റെ അനിയത്തിന്റെ മോള്, എനിക്ക് കൂട്ടിന് വന്നതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അതല്ല, ഷോമ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് മൈൻഡ് ആയി പോകുന്ന ഒരു സ്വഭാവം. അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ചേച്ചിലൂടെ എല്ലായിടത്തും പോവോ? ഇല്ല, ഇത് ഏട്ടന്മാരൊക്കെ വെളിയിലൊക്കെ പോയേക്കും. അപ്പൊ ആബ്സെൻസിൽ ഇന്നത്തെ പിയെ ഞാനാ. മോക്ക് നല്ല ശരിക്കും ഒരു കാര്യം പറയട്ടെ, അപ്പൂപ്പന്റെ ഒരു നല്ല ചായ ഫേസിലല്ലേ? ശരിയാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കര സാർ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒറ്റ ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഉറപ്പല്ലേ? പേടിയില്ല. അപ്പൂനെ കണ്ടിട്ടില്ല, കേട്ടൊക്കെ കേട്ട് പിന്നെ ഓക്കെ. അല്ല, അപ്പൊ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രായത്തിലാണോ ഇതിലും ചെറുതിലാണോ ചേച്ചി ചെമ്മീൻ പടത്തിലൊക്കെ സാർ അഭിനയിക്കുമ്പോ ചേച്ചിയുടെ ചെറുതാ? ഒത്തിരി ചെറുതാ, എനിക്കൊരു 6-7 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ചേച്ചി ലൊക്കേഷനിലൊക്കെ പോകും? ഇടയ്ക്ക് പിന്നപ്പുറയൊക്കെ ആയിരുന്നു ലൊക്കേഷൻ, ആലപ്പുഴ സൈഡില് ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഫുൾ ടൈം പോയിട്ടില്ല, ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ കൂടെ ഉദയ സ്റ്റുഡിയോയിലേക്ക്. അവിടെ ചേച്ചി ആ ഒരു സ്റ്റുഡിയോയിലാ വർക്ക് കംപ്ലീറ്റ്? അല്ല, പിന്നപ്പുറം കടപ്പുറത്തൊക്കെ ആയിരുന്നു ചെമ്മീന്റെ ഷൂട്ട് കൂടുതൽ. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമാണോ ഷൂട്ടിംഗ് കാണാൻ പോകാനൊക്കെ ആയിട്ട്? ഇഷ്ടമൊക്കെയാണെന്നല്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് നടക്കും. അത്ര ഇങ്ങനെ എല്ലാവരുടെയും സ്മാർട്ടായിരുന്നു. ഞാൻ ചെറുതിലെ നല്ല സ്മാർട്ടായിരുന്നു. എല്ലാരും പറയും ഞാൻ ഇച്ചിരി സ്മാർട്ട് കുറവാന്ന്. പൊതുവേ ഞാൻ പറയാം, അതെന്നാന്നറിയാമോ, ഇപ്പൊ നോക്ക് ചേച്ചി ഇപ്പൊ എന്റെ അടുക്കള വന്നപ്പോ എന്നെ രസമായിട്ട് വർത്താനം പറയുന്നത് ചിരിച്ച ചേച്ചീനെ ഇപ്പഴാ കാണുന്നത്. മറ്റേ എന്നാ ക്യാരക്ടർ ചെയ്താലും
ചേച്ചി ഇങ്ങനെ ഒതുങ്ങി കൂടി ദുഃഖിച്ച് എത്രയോ ഭാരം എടുത്ത് തലേ വെച്ച ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി കേട്ടോ എന്റെ കണ്ണൊഴിപ്പിച്ച് കാണിച്ചാൽ ആരും പേടിക്കത്തില്ലെന്ന് പറയാം. ചേച്ചി വീട്ടിലാരും പേടിപ്പിച്ചിട്ടില്ലേ? വീട്ടിൽ ഞാൻ ആരും പേടിപ്പിക്കാറൊന്നുമില്ല. മക്കളെ പേടിപ്പിക്കത്തൊന്നുമില്ല. ഫ്രണ്ട്ലിയാ. വഴക്ക് പറയും. ഒരു രക്ഷയില്ല. ശോഭയുടെ വഴക്കിനെ പറ്റിയൊക്കെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയാം. ഫുഡ് ആയതുകൊണ്ട് ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞോ. അല്ല എന്താ വെച്ചാലേ ശോഭ ചിലപ്പോ ഭയങ്കര ദേഷ്യം. ഞങ്ങൾ ഒരുപാട് ബഹളമൊക്കെ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം കൂടുമ്പോ ഭയങ്കര കേൾക്കണ്ട. അപ്പൊ അമ്മ ശരിക്കും പക്ക ഒരു മലയാളി അമ്മയാണ്. അപ്പൊ അമ്മ എന്താ ചെയ്യാ, അമ്മ വിളമ്പി വെച്ചേക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പൊ ഞങ്ങള് വിളിച്ചിട്ട് വരുന്നില്ല. അതിന്റെയൊക്കെ ദേഷ്യത്തിൽ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ആക്ച്വലി എന്താ പറയണ്ടേന്ന് അമ്മയ്ക്ക് പുറത്തോട്ട് അങ്ങോട്ട് വരുന്നില്ല. കൊല്ലു ഉദയവും അനു എല്ലാരും ഇവിടെ വന്നിരുന്നേ മീനു എന്നൊക്കെ വിളിച്ച് എല്ലാരും വിളിച്ചിങ്ങോട്ട് ഇരുത്തും. ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അവിടെ ആക്ച്വലി മീൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ മീനിന്റെ കഷ്ണമാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. അപ്പം ആരും കഷ്ണം എടുക്കുന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ ദേവുനെടുത്താ പറഞ്ഞ ആ കുഷ്ണം എടുത്ത് അങ്ങോട്ട് വിളമ്പ്, കുഷ്ണം എടുത്ത് കഴിക്ക്, കുഷ്ണം. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ മിണ്ടില്ല, ചിരിച്ചാ നമ്മൾ ചിരിക്കുമ്പോ ദേഷ്യം വരിക. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അമ്മ കഷ്ണല്ലേ അമ്മ ഉദ്ദേശിക്കും. ഞാൻ പറഞ്ഞതാ കറക്റ്റ്, കുഷ്ണം എടുത്ത് കഴിക്കാതെ പറഞ്ഞിട്ട് എന്തിനാ അലങ്കാരമൊക്കെ കയറ്റിയാ പറയുന്നത്. അത്ര പറഞ്ഞില്ല. എന്നാലും ഈ പിന്നെ മുഖത്തൊരു റിയാക്ഷനേ ഉണ്ടാവില്ല. ഈ അക്ഷരത്തെറ്റിനൊരു റിയാക്ഷൻ. ചേച്ചി വഴക്ക് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വഴക്കായിട്ട് തോന്നുകയല്ലോ. അതന്നെ. ചേച്ചിയുടെ പാചകത്തെ കുറിച്ചൊക്കെ അമ്മ നല്ല കുക്കാണ്. എന്നുവെച്ചാൽ പഴയ സ്റ്റൈൽ. എനിക്ക് കുറെ ടിപ്സ് പറഞ്ഞു തരുമോ? കൊറേ റെസിപ്പി പറഞ്ഞു തരുമോ? അത് വേണമെങ്കിൽ ഉറപ്പിക്കാലോ. ചേച്ചി പറഞ്ഞു തരും. എനിക്ക് ആണി വെക്കുന്നതിന്റെ ഇതേപോലൊന്നും എനിക്കറിയത്തില്ല. പിള്ളേർ പറഞ്ഞു തന്നെ, പിള്ളേർക്ക് പറഞ്ഞു തന്നെ. എനിക്ക് അത്രയും മതി. ഒരു കാര്യം, ഞാൻ ബുക്കും പേനയൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി നടന്നോ, ഞാൻ ബുക്കും പേനയും പേപ്പറും ഒക്കെ പിന്നെ എടുക്കാം. ആദ്യം വിശേഷം ഒന്ന് കേൾക്കട്ടെ. ഇല്ലെങ്കിൽ ആദ്യം ഉണ്ടല്ലോ വേവാൻ വെച്ച ആടയൊന്ന് ഓഫ് ചെയ്തിട്ട് വന്നില്ലേ പിന്നെ ഈ വർത്താനത്തിന്റെ ഉശിരങ്ങ് പോകും. ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞേ, എന്നൊക്കെ പറയണ്ടെന്ന്. എനിക്ക് തോന്നുന്നു മോളെ പിടിച്ച് ഇപ്പുറത്തെത്തിയ കുറച്ചുകൂടെ ഒക്കെ വിശേഷം എനിക്ക് അറിയാവുന്ന തോന്നേ. അതിന്റെ ബാക്കപ്പ് ചേച്ചി എന്നാലും വേണ്ട. ചേച്ചി കുറച്ചേരം എന്റെ അടുത്ത് ഇരിക്കും. സ്വാർത്ഥ ചിന്തയുടെ അമ്മേനെ നടുക്കിരുത്തിയാലേ അപ്പുറം അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം. ഞാൻ ചോദിക്കുന്നത് നേരെ അങ്ങ് പൊക്കോളും. കൊച്ചു പറഞ്ഞോളുവേ. ശോഭ ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി എല്ലായിടത്തും. അമ്മേനെ പറയാം, അമ്മ കൂളസ്റ്റ് മോം. ആ വീട്ടിലെ ഏറ്റവും ഭയങ്കര കൂൾ, ഡാഡി കൂളാണ്, മമ്മി കൂളാണ് അമ്മ. ഭയങ്കര ഈ പുറമെ നേരത്തെ ആരോ പറഞ്ഞു ശോഭ മോഹൻ എന്നെടുത്ത് ശോക മോഹൻ ഇടുന്നത് ഭയങ്കര ശോകമാണെന്ന്. അതെന്താ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ വെച്ചിട്ട് ഞാനും അതെ പ്രേക്ഷകരും എല്ലാം അങ്ങനെ തന്നെയാ ചേച്ചി. എന്റെ ബോഡി ലാംഗ്വേജിന് അതേ ചേർത്തോളായിരിക്കും. അങ്ങനെ എല്ലാരും പറയും അങ്ങനെ. പക്ഷെ എന്നാ ഇപ്പൊ ചേച്ചിയുടെ ഇംപ്രഷനെ മാറിയേ. എന്റെ നാട്ടുകാർക്കും എല്ലാം ചിരിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലതായിട്ട് ചിരിച്ചൊക്കെ എന്റെ ആനീസ് കിച്ചണിൽ കൂടെ ആയിരിക്കും പ്രേക്ഷകർ ചേച്ചിയെ കാണുന്നത്. അല്ലെങ്കിൽ ചേച്ചി എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് ഗ്ലിസറിന് വിട്ട് നിൽക്കുന്ന ഒരു ചേച്ചി മുമ്പിലല്ലേ. ഇതിപ്പോ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോ ആനിയുടെ കിച്ചണിൽ വന്നല്ലേ. എന്റെ കിച്ചണിൽ വന്ന് കഴിയുമ്പോൾ ചേച്ചിനകത്ത് അഭിനയം ഗ്ലിസറിൻ ഇല്ല, ഒന്നുമില്ല. തനി ഷോ ചേച്ചിയായിട്ടായിരിക്കുന്നേ. എന്താ വെച്ചാൽ വീട്ടിലെ അമ്മ എന്ത് റോക്കിംഗ് അമ്മയാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ അത്യാവശ്യം ഇത്തിരി കുരുത്തക്കേടൊക്കെ എല്ലാത്തിനും സപ്പോർട്ട്, അണ്ടർ സപ്പോർട്ട് അമ്മയാണ്. അപ്പൊ ആദ്യം സ്വന്തം അമ്മമാരോട് പറയുന്നതിന് മുമ്പ് ഇവിടെ കാര്യം പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അമ്മ അവിടെ അവരുടെ ഒരു സൈഡിൽ നിൽക്കും, ഇവിടെ ഞങ്ങളുടെ സൈഡിലും. കൊച്ചു പരുവത്തില് എനിക്ക് പിള്ളേരുമായിട്ടാണ് ഞാൻ കൂട്ടും. അപ്പോഴൊക്കെ അമ്മ ഈ കൊച്ചു പിള്ളേരെയൊക്കെ വഷളാക്കുന്ന ഞാനാണെന്ന്. ഞാനിങ്ങനെ കൊണ്ട് കിടന്ന് എന്തെങ്കിലുമൊക്കെ സ്മിത്ത് പിള്ളേരെയും കൊണ്ട് നടക്കും. വീട്ടിലോട്ട് അടുക്കളയിലോട്ടുള്ള പരിപാടിയൊന്നും എനിക്കില്ലായിരുന്നു. ഭയങ്കര മടിയാട്ടോ. കേറത്തേ ഇല്ല. അടുക്കളയിൽ കയറുന്നതേ എനിക്ക് അങ്ങ് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നല്ല തൂപ്പ് തുടപ്പ് പിള്ളേരെ ഇങ്ങനെയൊക്കെയുള്ള ജോലിയായിരുന്നു എൻ്റെ മെയിൻ. അപ്പം അടുക്കള ഭാഗം തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം. ഈ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് മടിയാണ് ബേസിക്കലി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ പെട്ടെന്ന് നമ്മൾ ധൃതി കൂട്ടുമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒന്നാമത്തെ ഇൻസിഡന്റ് റീസെന്റ് ആയിട്ട് നടന്നത്, അമ്മ സോപ്പ് പൗഡറിന്റെയും മറ്റേ കോഫി പൗഡറിന്റെയും അത് ചിലപ്പോ നമ്മള് ചിലപ്പോ എന്തെങ്കിലും ഒരു വേറൊരു മൈൻഡായിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കല്ലേ. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു സമയം സത്യം പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ്റെ ഒക്കെ ഒരു
നമുക്ക് ഭയങ്കര ഒരു ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിച്ചു പോകും. അത് എന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ചായക്ക് ഇതുപോലെ വെച്ച് ചായക്ക് വെള്ളം വെച്ചു. ഇവിടെ വാഷ് ബേസിന് അല്ല വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കായിട്ടു. നമ്മുടെ ഇപ്പോൾ അടുക്കളയുടെ ഇപ്പുറത്തെ സിറ്റൗട്ടിലെ വാഷിംഗ് മെഷീൻ ഫ്ലാറ്റല്ലേ, അപ്പോൾ എല്ലാം ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇപ്പോൾ അടുക്കളയെല്ലാം ഒരുപോലെ നടക്കും. അപ്പോൾ തുണി ഇട്ടിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചു. എന്നിട്ട് പൊടികൾ രണ്ടുകൂടെ തേഞ്ഞു, തേയിലപ്പൊടി സോപ്പ് പൊടി. അഞ്ചേട്ടനായിരുന്നു അന്ന് കാപ്പി വേണം അമ്മയെ പറഞ്ഞത്. അഞ്ചേട്ടനായിരുന്നു. അഞ്ചേട്ടൻ വളരെ കഷ്ടിച്ച് തലനാരൊക്കെ രക്ഷപ്പെട്ടത്. സോപ്പ് പൊടി എടുത്തോണ്ട് തേയില ചെയ്തിട്ട് പോയതേ ഉള്ളൂ, ഇട്ടില്ല ഞാൻ. ചേച്ചി അന്നേരം എന്നാ ചെയ്തു? ആ ഒരു സെക്കൻഡ് എന്തോ നമ്മുടെ മൈൻഡ് ഒന്ന് പോയി. എന്താന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചില്ല. എന്നോട് ചോദിച്ചാൽ അമ്മ എന്തോ ആലോചിച്ചാൽ അങ്ങനെ വെച്ചാൽ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തോ എനിക്കൊരു അബദ്ധം പറ്റി. പക്ഷെ ഇതിൽ ഞാൻ ചേച്ചിയെ ഒരുപാട് കുറ്റം പറയല്ല. കാര്യം എന്നാന്നറിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അടുക്കളയിൽ നിൽക്കുന്നേ. അന്നേരം ഇതുപോലെ എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ടോ ഉള്ള കാര്യം ഞാൻ പറയാം. ഇനിയിപ്പോൾ ചേച്ചിയുടെ കുറച്ച് സിനിമാ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ചേച്ചി സിനിമയിൽ വന്നത് എപ്പോഴാ, ഏത് പ്രായത്തിലാ, ഏതൊക്കെ? എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന. എനിക്കറിയാൻ മേലല്ലോ, എന്റെ പ്രേക്ഷകർക്ക് അറിയാൻ മേലല്ലോ. ചേച്ചി ഒന്ന് പറഞ്ഞേ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആദ്യം അഭിനയിക്കുന്നത്, സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത് ബലൂൺ സിനിമ അറിയാലോ, മുകേഷ് ഞാനും പുതുമുഖങ്ങളായിരുന്നു. ഇതിനകത്ത് ഒരു റിസംബ്ലൻസും ഉണ്ട്. ചേച്ചിയുടെ ഫസ്റ്റ് നായകൻ മുകേഷ് ഏട്ടൻ, എൻ്റെ ഫസ്റ്റ് നായകൻ മുകേഷ് ഏട്ടൻ. പറയൂ. അതപ്പോൾ നാനയുടെ പ്രൊഡക്ഷൻ ആയിരുന്നല്ലോ ബലൂൺ സിനിമ. അപ്പം നാനയായിട്ട് നമുക്ക് നല്ല ഫാമിലിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ അപ്പം ചേട്ടൻ്റെ ഒരു ബന്ധു അതിനകത്ത് പുത്തൂർ പ്രഭാകരൻ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റിലേഷനാണ്. തന്നെയല്ല അവിടുത്തെ അങ്കിളിനോടും കുമാരി ചേച്ചിയോടെയൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് നല്ല അടുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഷൂട്ടും കൊല്ലം പുത്തൂർ സൈഡില്ല, ദൂരെ എങ്ങും പോകണ്ട, അപ്പോൾ വീട്ടിൽ നിന്ന് പോവാം വരാം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങ് അഭിനയിച്ചെന്നേ ഉള്ളൂ. ചേച്ചിയാണോ ഫസ്റ്റ് അഭിനയിക്കുന്നത്, അത് സായി ചേട്ടനാണോ? അല്ല, ഞാൻ അഭിനയിക്കുന്നു ഫസ്റ്റ്. ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ടാ സായി അഭിനയിച്ചു തുടങ്ങി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഫിലിംസ് ആണോ ചെയ്തേ അതോ നാടകം ചെയ്തോ? ഞാൻ ആ ഫിലിം ഒരെണ്ണേ ചെയ്തോളൂ. പിന്നെ തുടർച്ചയായിട്ട് വന്നു 1-2 പേര്. പക്ഷേ നമുക്ക് പോകാനൊരു മടിയായിരുന്നു. ഒന്നാമത് നമ്മുടെ ആ നാട്ടിലൊന്നും ഇതേപോലെ അല്ലല്ലോ അന്നുള്ള സിറ്റുവേഷൻ. പിന്നെ എൻ്റെ കൂടെ വരാനും അമ്മ അങ്ങനെയൊന്നും വരുത്തൊന്നുമില്ല, കൂടെ വരാനും ആരുമില്ല, ഒറ്റയ്ക്ക് പോകാൻ അങ്ങനെല്ലാം ഞാനുമായിട്ടും മടിച്ചു. എനിക്ക് ഒരു മടി തോന്നി. ഒരു പടം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മടി തോന്നിയേ, വേണ്ടെന്നുള്ള ഒരു മൈൻഡ് വന്നു. അങ്ങനെ പോയില്ല. പിന്നെ 84 എൻ്റെ 82 ബലൂൺ റിലീസാവുന്നത്. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛനുണ്ട്. ഉണ്ട്. അപ്പൊ പക്ഷെ ചേച്ചി പോകുമ്പോഴത്തേക്ക് അച്ഛന് ബേസിക്കലി ഒരു ആക്ടറാണ്. അപ്പൊ മോള് പോകുന്നോണ്ട് അങ്ങനെ ഇല്ല. അച്ഛന് നമ്മുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അച്ഛൻ കമ്പലിയില്ല, അതിന് പോകണമെന്നുള്ള ഫോഴ്സ് ചെയ്യത്തില്ല. ഇഷ്ടമാണെങ്കിൽ പോയിക്കോളാം. അപ്പം ഇവരുടെ വിളി വന്നപ്പോഴും ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി ചെയ്താൽ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോള് പോകും, അഭിനയിച്ചോ. അല്ല, അച്ഛന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് രാവിലെ പോവാം, വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരാം. ആ കോളേജിൽ പോകുന്നല്ലേ ഉള്ളായിരുന്നു. അങ്ങനെയാ ബലൂൺ ചെയ്തത്. പിന്നെ പോയില്ല. പിന്നെ 84 ആയപ്പോ കല്യാണമായി. അത് കഴിഞ്ഞ ഏത് ബലൂൺ കഴിഞ്ഞ ഉടനെ കല്യാണമായോ? അല്ല, 82 ബലൂൺ. അല്ല, 84 കല്യാണം. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 1-2 പടങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പോയില്ല. ഓക്കെ. അത് കഴിഞ്ഞ് ചേച്ചി നാടകത്തിൽ അഭിനയിച്ച് KPSC. ഓക്കെ. അവരുടെ 3 നാടകം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഇടയ്ക്കാണ് ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഭഗവാൻ കാലുമാറുന്നു, കയ്യും തലയും പുറത്തിടരുത്, ഈ 3 നാടകവും കൂടെ കളിക്കുന്ന സമയത്ത്. അപ്പൊ ചേച്ചിയെ വിളിച്ചതാണോ? ചേച്ചി നാടകം ചെയ്യാമെന്നും പറഞ്ഞു ചെന്നാണ് എന്നെ വിളിച്ചതാ. അപ്പൊ ഭഗവാൻ കാലുമാറുന്നു ആദ്യം തുടങ്ങിയ സമയത്ത് എന്നെ ഇങ്ങനെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പോയില്ല. പിന്നെ ഇവര് വീണ്ടും രണ്ടാമതെടുത്ത സമയത്ത് അപ്പൊ ചേട്ടൻ ആ കാരണം എന്നാ പറയുന്നത്. അപ്പൊ ചേട്ടൻ എന്നെ കണ്ടു, അങ്ങനെ അഭിനയിക്കാൻ ചേട്ടന്റെ അഭിപ്രായത്തില എന്നെ വിളിപ്പിച്ചത് KPSC-യിൽ. ഏത് ചേട്ടൻ? പിന്നെ ഞാൻ അറിയുന്നത് അങ്ങനെ. പിന്നെ പാസിമാവനും ഒക്കെ നമുക്ക് നല്ല പരിചയമാണല്ലോ. അങ്ങനെ വിളിച്ച് 3 മാസം നാടകത്തിന് പോയുള്ളൂ ഞാൻ. 3 മാസം അഭിനയിച്ചു കഴിഞ്ഞപ്പം ചേട്ടൻ ഇതുപോലെ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നു. തിക്കൃഷിമാവനും വാസിമാവനും എല്ലാം കൂടെ ആലോചിച്ച് അച്ഛൻ്റെ കൂടെ വന്ന് പറഞ്ഞ്. അപ്പൊ ചേച്ചി ഈ സിനിമ കഴിഞ്ഞ അതിൽ ചെയ്തേ. അപ്പൊ ഈ നാടകം ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഒരുപാട് തയ്യാറെടുപ്പ് എടുക്കണം, നാടകം ചെയ്യാൻ ഒരുപാട് ക്യാമ്പിൽ പോകണം, അല്ലെങ്കിൽ റിഹേഴ്സൽസ് ഒരുപാട് എടുക്കണം. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. KPSC-യിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ റിഹേഴ്സലിനൊന്നും അറ്റൻഡ് ചെയ്യാതാണ് നാടകം കളിച്ചത്.
എന്നുവെച്ചാൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമല്ലേ, ഇടയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് പോയ ഗ്യാപ്പിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ക്യാമ്പിൽ ചെന്ന് പാസിമാമൻ 1-2 അതിൻ്റെ സോങ്സും ഒക്കെ ഇട്ട്, അത് മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. നായകൻ ചേട്ടനും നായിക ഞാനുമായിരുന്നു ഈ 3 എണ്ണത്തിലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നെ ഒരു ദിവസം ഞാൻ സ്റ്റേജിൽ പോയി നാടകം കണ്ടു. 2 ദിവസം സാർ അതിൻ്റെ സോങ്ങും സിറ്റുവേഷനും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നു. പിന്നെ നാടകം കളിക്കുമായിരുന്നു. അതുകൊണ്ട് ക്യാമ്പിൽ പോയി റിഹേഴ്സൽ ഒന്നും അറ്റൻഡ് ചെയ്തില്ല. ഇങ്ങനെ കാണുമ്പോൾ ചേച്ചിക്ക് എല്ലാം മനസ്സിലായി. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് തൊട്ട് ഡയലോഗൊക്കെ പഠിച്ച്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ എന്നതിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടങ് സ്ലിപ്പോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻസ് വരുന്നത് ഫ്ലോപ്പായി പോവുക അങ്ങനെ എന്തെങ്കിലും പറ്റത്തില്ലേ? അങ്ങനൊന്നും പറ്റിയിട്ടില്ല ദൈവദൈവത്തിൽ. ടങ് സ്ലിപ്പ് ഒന്നും വന്നിട്ടില്ല ഡയലോഗ്സിലൊക്കെ? സ്ലിപ്പ് വീണ്ടും അവള് പറഞ്ഞെന്ന് വെച്ചാൽ ഡയലോഗ് എനിക്ക് തെറ്റ് വന്നിട്ടില്ല. അവിടെ ഞാൻ പെട്ടെന്ന് അപ്സെറ്റായി നിൽക്കുക അങ്ങനെയുള്ള ഒന്നും സിറ്റുവേഷൻ വന്നില്ല. ഡയലോഗ് ഇത് പറഞ്ഞാൽ മറ്റേ കൃഷ്ണത്തിന്റെ കാര്യം പറഞ്ഞാലോ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഷോമ എന്നെ നേരത്തെ പറഞ്ഞതാ, അമ്മ നാടകം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്തോ ഇത് കറക്റ്റ് അത് കയ്യും തലയും പുറത്തിടരുത് നാടകം ആയിരുന്നു. അതിന്റെ സെറ്റ് എനിക്കറിയോ, ബസ്സിന്റെ അകവാണ് സ്റ്റേജ്. അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുറെ ആൾക്കാരുടെ കഥയാ കയ്യും തലയും പുറത്തിടരുത്. അപ്പോൾ അതിലെ ഒരു അപ്പൂപ്പനും ഒരു കൊച്ചുമോളും പിന്നെ കുറേ യാത്രക്കാർ ചെറുപ്പക്കാർ പല നാടകത്തിലെ ആർട്ടിസ്റ്റുകളെല്ലാം അതിനകത്തെ യാത്രക്കാരാണ്. അപ്പോൾ അപ്പൂപ്പനും കൊച്ചുമോളുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുറയിലൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്, ബസ്സിൻ്റെ പകുതി പോർഷനാണ് സെറ്റ് സ്റ്റേജിൽ. അപ്പം അപ്പൂപ്പ ഇങ്ങനെ മുറുക്കിയിട്ട് തുപ്പുമ്പം അയാളുടെ ഷർട്ടിലൊക്കെ വീഴും. അപ്പോഴത്തേക്ക് അയാൾ എഴുന്നേറ്റ് ഇന്ന് ചൂടാവും. ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുപ്പം. അപ്പം അപ്പൂപ്പനെ ഇതൊന്നും മൈൻഡല്ല. അപ്പോൾ മോൾ എണീച്ച് പറയും, സോറി സാർ, ബസ് അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഷർട്ട് കഴുകി തരാം എന്നയാളോട് പറയുന്ന ഡയലോഗ്. ഞാൻ പറഞ്ഞത്, സോറി സാർ, ഷർട്ട് അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമ്പം ബസ് ഞാൻ കഴുകി തരാം. അങ്ങനെ എനിക്ക് പക്ഷെ ഓഡിയൻസ് ഇത് മനസ്സിലാക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിലായില്ല. അതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടെ. നമ്മൾ സീരിയസ് ആയിട്ട് മോള് മുമ്പേ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആക്ഷൻ വിടാതിരുന്നോണ്ട് ഓഡിയൻസിനെ ഡയലോഗ് പെട്ടെന്ന് അത് അമ്മയുടെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോ അമ്മയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അത് കണ്ടിങ്ങനെ നോക്കി അങ്ങനെയൊക്കെ പോയി. വേറെ ഒരു കാപ്പി ചായ, അത് ഷോമയുടെ മാസ്റ്റർ പീസ് സംഭവം. അത് കാപ്പി വേണോ ചേട്ടാ, ചായ വേണോ ചേട്ടാ, ചാപ്പി വേണോ ചേട്ടാ, കാപ്പി കായാന്നൊക്കെ ആക്കി ആകെ കുളമാക്കും. ജഗതി ചേട്ടൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. ഞാൻ ആയോണ്ട് ജഗതി ചേട്ടൻ വെറുതെ വിട്ടു. വേറെ വല്ലവരും വരുന്നെങ്കിൽ അറിയാലോ, കളിയാക്കി കൊന്നേനെ. അമ്പിളിച്ചേട്ടൻ ശരിക്കും എനിക്ക് അമ്പിളിച്ചേട്ടൻ ഒരു ഓൺ സ്പോട്ട് നമ്മളെ കുറച്ചൊക്കെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇല്ലേ? ടേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഉണ്ടല്ലോ അമ്പിളിച്ചേട്ടൻ ഇപ്പൊ ചേച്ചി ഓപ്പോസിറ്റ് ഞാൻ അമ്പിളിച്ചേട്ടനാണ്, ചേച്ചി ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കര എക്സ്പ്രഷൻസ് കാണിക്കും. അപ്പൊ നമ്മൾ വരുന്നതെല്ലാം പോകും നമ്മളെ കയ്യിൽ നിന്ന്. പക്ഷെ പുള്ളിയുടെ കൗണ്ടർ ഭയങ്കര പ്ലസ്സും ആയിരിക്കും അല്ലേ? ഇത് ഞാൻ ആകെ ചമ്മി. ജഗതിചേട്ടൻ്റെ മുമ്പിലല്ലേ ഈ പറഞ്ഞത്, എന്നെ കൊന്നു കൊല വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നോട് ഒന്നും പറഞ്ഞില്ല കേട്ടോ, കളിയാക്കിയൊന്നുമില്ല. പിന്നെ അതാ സ്പോട്ടിൽ തന്നെ മുഖത്ത് ആ ശോകഭാവം കാണുമ്പോ തോന്നത്തില്ല ശോഭന ചേച്ചിയെ കളിയാക്കാൻ തോന്നുകയല്ല. അത്ര പാവം കേട്ടോ ചേച്ചി, സത്യം. മോഹൻചേട്ടൻ ചേച്ചിനെ റെക്കമെൻഡ് ചെയ്താണ് ഇതിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിയാം. കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ? ഞാൻ ചേട്ടനെ ആദ്യം കാണുന്നത് KPSC ചെല്ലുമ്പോഴാണ് ഞാൻ കാണുന്നത്. KPSC ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നാടകമുണ്ട്. അന്ന് എന്നെ നാടകം കാണാൻ വിളിച്ചതാണ്. നാടകം കാണാൻ പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബൈക്കിനകത്ത് ഇങ്ങനെ മുറുക്കി ചോപ്പിച്ച് ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന നായകൻ. അപ്പോൾ ഹീറോ ഇതാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി, നമ്മുടെ കൂടെ അഭിനയിക്കേണ്ട ആളല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കി കണ്ടു. അന്ന് അവരുടെ കൂടെ പോയി നാടകം കണ്ടു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ അഭിനയിച്ചും തുടങ്ങിയ സമയത്ത് തിരുവല്ലയിലൊരു പള്ളിയുണ്ട്, റോഡ് സൈഡിലൊരു പള്ളിയുണ്ടല്ലോ തിരുവല്ല. ആ പള്ളിയുടെ അവിടെ ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാടകം വണ്ടിയിൽ പോയി അവിടെ നിന്ന് നാടകം എല്ലാവരും ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി, ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം ചേട്ടൻ ഇറങ്ങി എന്നോട് വന്ന് ചോദിച്ചു, എന്നോടൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു ബസ്സിൽ നിന്ന്. അപ്പം ഞാൻ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, എൻഗേജ്മെൻറ്റ് വല്ലതും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല. എന്നാൽ ശരി പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇത്ര ചോദിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ പോരുന്നപ്പം ഞാൻ വിചാരിച്ചു ഇയാൾക്കെന്താ ഇയാളെന്താ ഇങ്ങനെ ചോദിച്ചേ. ഞാനത് അതിൻ്റെ വലിയതായിട്ട് തരില്ല. പിന്നെ ചേട്ടൻ ചെന്ന് വാസിമാമനോടെയും കൃഷിമാമനോടെയും ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുകൂടാണ് അച്ഛൻ്റെ അടുത്ത് പറയുന്നത്.
അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം ലവ് കം അറേഞ്ച്ഡ് ആണ്. ലവ് കം അറിയിച്ച ലവ് ചെയ്തത് പിന്നെ ഉള്ളൂ. അപ്പം ഇങ്ങനെ വന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അന്വേഷിച്ചപ്പം ചേട്ടൻ്റെ അച്ഛനും അച്ഛനോടൊക്കെ പണ്ട് ഒന്നിച്ച് പഠിച്ചതാണ്. കരുനാഗപ്പള്ളി ആ പരിചയമുണ്ട്. കൊട്ടാരക്കര താമസിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ എല്ലാം കൊണ്ട് അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും നാടകത്തിൽ നിന്ന് മാറി. ചേട്ടനും മാറി, ഞാനും മാറി. പിന്നാണ് സായി അഭിനയിക്കുന്നത് KPSC-യിൽ. ഓ ഓക്കെ. അപ്പം അതിനുശേഷം ചേച്ചി ട്രൂപ്പ് പിന്നെ നമ്മൾ അഭിനയം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ട്രൂപ്പ് തുടങ്ങി. സ്വന്തം ട്രൂപ്പ് തുടങ്ങി. ഓക്കെ. സ്വന്തം ട്രൂപ്പ് തുടങ്ങി. ആദ്യത്തേത് ചക്രം ഇവിടെ തിരിയുന്നു എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. ചേട്ടൻ തന്നെ നാടകം സ്ക്രിപ്റ്റ് എഴുതിയതും ഡയറക്ഷനും ഒക്കെ. അതുപോലെ അമ്മയുടെ കല്യാണ സമയത്ത് എന്തോ ബാക്കിൽ പോസ്റ്ററോ അങ്ങനത്തെ എന്തോ സംഭവം ഇതാ ഇവിടെ തുടങ്ങുന്നു. മിനർവ തിയേറ്ററിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അന്ന് അവിടുത്തെ സിനിമ ഇതാ ഇവിടെ തുടങ്ങുന്നു മോഹൻലാലിന്റെ. നല്ല ക്യാപ്ഷൻ അല്ലേ. ഇപ്പം വെഡിങ് ആൽബത്തിന്റെ ഒക്കെ ഫോട്ടോയിലെല്ലാം ബാക്കിൽ ആ പോസ്റ്റർ ഉണ്ട്, ഇതാ ഇവിടെ തുടങ്ങുന്നു. അല്ല അതുപോലെ വല്യച്ഛനും അമ്മയും ശരിക്കും ഒരു സിനിമാറ്റിക് പെയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കപ്പിൾസ് ആയിരുന്നു. വല്യച്ഛന് അമ്മ ഇത്രയും കൂളാണെങ്കിൽ വല്യച്ഛൻ അതുപോലെ കൂളാണ്. വല്യച്ഛൻ വരുമ്പോഴേ ഒരു ഉത്സവ പ്രതീതിയാണ്. പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പി മൂഡ് ചോമ വരുമ്പോഴേ ഒരു ഉത്സവത്തിന്റെ ഇപ്പോഴും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ. ചേച്ചി പ്രോഗ്രാം സ്ഥലത്തൊക്കെ ചേട്ടൻ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഈ സമയത്ത് ചിലപ്പോ എത്താൻ ഇങ്ങനെ ടൈമായി അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മിക്കവാറും പ്രോഗ്രാമിന് ഞങ്ങൾ അങ്ങ് പോവുകയുള്ളൂ. നാടക വണ്ടിയുടെ കൂടെ അങ്ങനെ പോകാറില്ല. പക്ഷെ അവരൊക്കെ നേരത്തെ പോവുമല്ലോ സ്പോട്ടിൽ. അപ്പം നമ്മൾ ഒരുവിധം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സമയത്തിന് അങ്ങ് ചെല്ലുള്ളൂ. അല്ല ഈ വണ്ടിയിൽ പോവല്ലോ ഒന്നിച്ച്? വണ്ടിയിൽ പോകുന്ന സമയം ഉണ്ട്, ആവുന്നതും വീട്ടിൽ നിന്ന് തന്നെ പോകാൻ നോക്കും. അങ്ങനെ പോയപ്പോ ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. അതൊരു ദിവസം കരുനാഗപ്പള്ളിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 3-4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നാടകം. അപ്പോൾ അവിടെ കടപ്പുറത്തുള്ള ഒരു അമ്പലത്തിൻ്റെ അവിടുത്തെ അപ്പോൾ അവിടെ സെക്കൻഡ് പ്രോഗ്രാമാണ്, 2 മണിക്കോ മറ്റോ നാടകം. അപ്പം ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പം നമുക്കൊരു 1 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പോയാൽ മതിയല്ലോ, അടുത്തല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ബൈക്കിൽ അവിടെ നാടക സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി. വീട്ടിൽ നിന്ന് ഒരു 12:45 1 മണിയായി. പോയപ്പം കുറച്ചപ്പം മഴ പെയ്ത് ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കുഴിയായിട്ട് ടാറിടാത്ത റോഡ്, തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അമ്പലത്തിൽ പോകേണ്ട വഴി. അങ്ങനെ പോയപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തെറിക്കും, ബൈക്കിനകത്ത് പോകുമ്പോൾ തെറിക്കുമല്ലോ ബാഗിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇറങ്ങി നിന്ന് ആ വെള്ളത്തിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി വെള്ളം കടന്നിട്ട് കയറി. അങ്ങനെ അപ്പോൾ 1-2 സ്ഥലത്ത് അങ്ങനെ ഇറങ്ങിയിട്ട് കയറി. അപ്പോൾ വീണ്ടും അവിടെ എല്ലാം വെള്ളം തന്നെയാണ്. അപ്പോൾ ചേട്ടൻ നീ ഇറങ്ങണ്ട, ഇരുന്നോന്ന് പറഞ്ഞു. എപ്പോഴും ഇറങ്ങി കയറി. അപ്പം ഞാൻ കേട്ടിന്ന് ഇറങ്ങാൻ ഞാൻ വീണ്ടും ഇറങ്ങി. പുള്ളി വണ്ടിയും വിട്ടോണ്ടങ്ങ് പോയി. അറിഞ്ഞില്ല ഞാൻ ഇറങ്ങണ്ടെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ച 2 പ്രാവശ്യം ഇറങ്ങിയില്ല, അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഇറങ്ങി നിന്ന് വെള്ളം. എത്ര ദൂരം ചെന്നിട്ടാ? കുറെ പോയി, അങ്ങ് സ്പീഡിന് പോയില്ല. അപ്പൊ എന്നോട് എന്തോ ചോദിച്ചിട്ട് മറുപടി ഇല്ലാഞ്ഞ് പുള്ളി തിരിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ. അല്ല അപ്പൊ മീൻ ടൈം അമ്മ എന്ത് ചെയ്യായിരുന്നു? എൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഭയങ്കരമായിരുന്നു. ഞാൻ പേടിച്ച അത് ഇല്ല, സിനിമയിലൊക്കെ കാണുന്ന ഒരു ഹൊറർ ഫിലിമിൽ കാണുന്നല്ല, കടലിൻ്റെ അരപ്പും കുറെ തെങ്ങും തോപ്പും അതിൻ്റെ ഇടയിൽ കൂടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചേട്ടാന്ന് വിളിച്ചോണ്ട്. ചേച്ചി ഒരു നല്ല അഭിനേത്രിയാന്നു, നല്ലൊരു അമ്മയാന്നു, നല്ലൊരു വല്യമ്മയാന്നു, ഭയങ്കര ഒരു ഫ്രണ്ടാണ്, ഒരു കൂൾ മാമാണ്. ഇതെല്ലാം പോയിട്ട് ചേച്ചിക്ക് ഇപ്പോൾ ഒരു പദവിയും കൂടെ ഉണ്ട്. എന്നാന്നറിയോ, ഒരു അമ്മായിയമ്മ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചേച്ചി ഒരു അമ്മായിയമ്മയുടെ പോസ്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അമ്മായിയമ്മയും വല്ല ഫ്രണ്ട്ലി തന്നെ. ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയാന്ന് അമ്മായിയമ്മ പറയൂ. അമ്മായിയമ്മ രീതിയിലെന്ന് വെച്ചാൽ ചേച്ചിമാരിപ്പം കിങ്ങിണി, അനുചേട്ടനെ കിങ്ങിണി ആണെങ്കിലും വിദ്യേച്ചി ആണെങ്കിലും അവരുടെ ഒരു കപ്പിൾസ് കല്യാണം കഴിഞ്ഞു അങ്ങനത്തെ ഞങ്ങളെ പോലെ തന്നെ ഇങ്ങനെ കളിച്ചു കിടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാ അമ്മ അതുപോലെ തന്നെ ഉള്ളു, അങ്ങനെ പ്രത്യേകിച്ചൊരു മരുമോളെന്നുള്ള കണ്ണില്ല. ഇല്ല, അങ്ങനത്തെ 2 മക്കളും മൂത്ത മോള് ഒരു സീരിയൽ, ഇപ്പം തമിഴ് സീരിയലിലൊന്നിൽ അഭിനയിക്കുന്നുണ്ട്. അവൾ 5-6 മലയാളം പടമൊക്കെ ചെയ്തു. ഇളയ മോള് കലാക്ഷേത്ര ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുവോ, ഇപ്പൊ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കലാകാരന്മാരാ. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ഒത്തുപോന്നു. പോലെ തന്നെ
അമ്മ ഇങ്ങനെ കെയർ ചെയ്ത്. അതെ, വേറൊരു കണ്ണിൽ ഈ ചേച്ചി കാണുന്നില്ല വന്ന മോളാണ് എന്ന് കാണുന്നില്ല. ഇതേപോലത്തെ ഒരു അമ്മയെ കിട്ടാൻ ഭാഗ്യം വേണം ശരിക്കും. മരുമക്കളോട് പ്രത്യേകം പറയാട്ടോ, ഇങ്ങനെ മരുമോളായിട്ട് കാണാതെ സ്വന്തം മകളായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യവാ. എടോ, തനിക്ക് ഇതേപോലെ എന്തെങ്കിലും കഴിവുണ്ടോടോ? കഴിവ് സർവകലാവല്ലഭയാ. അല്ല, അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊക്കി പറഞ്ഞോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. എന്നാ പിന്നെ ഞങ്ങൾക്കൊരു പാട്ട് പാടി. ബാലസുപ്രഭാതമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ പറയുമ്പോ ഓർമ്മയുള്ള എന്നാ ഉള്ളേ? എനിക്ക് ആകെ ഞാൻ ഒരു മുഷില്ലാണ്ട് ചെയ്യുന്ന ഇങ്ങനെ വർത്താനം പറയാന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, ശോഭമ്മയുടെ അബദ്ധങ്ങൾ മാത്രം ഓർത്തിരിക്കാതെ തന്നെത്താനുള്ളൊരു കഴിവ് പറഞ്ഞേ. ഞാന് പാടാം. മതിയല്ലോ, ധാരാളം. രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നുവെന്ന്. രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നുവെന്ന്. 16,000 കാമുകിമാരുടെ 16,000 കാമുകിമാരുടെ അനുരാഗക്കുശുമ്പു കൊണ്ടെന്ന്. അനുരാഗക്കുശുമ്പു കൊണ്ടെന്ന്. എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം. കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ ശ്യാമരാധേ ചൊല്ലു നിൻ ചുടുചുംബനം ഏറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം. ഇതാണ് പാടാൻ അറിയാൻ മേല, അബദ്ധം പറ്റും, ശ്രുതിയില്ല, താളമില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം, മരുമക്കളുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് വിനു മോഹന്റെയും അനു മോഹന്റെയും ഭാര്യമാരുടെ കാര്യങ്ങളായി പറയുന്നേ. പക്ഷേ ഇനി ആ മക്കളുടെ കാര്യവും ഒക്കെ ചേച്ചിയോട് ചോദിച്ചാലല്ലേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞേ, വിനു മനു ഒക്കെ എന്നാ അടുക്കുവാന്ന് പറഞ്ഞേ. രണ്ടുപേരും സിനിമാ ഫീൽഡിലാണ്. അറിയാം, പക്ഷെ എന്നാലും ഇളയ മോന് നെസ്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു, ബാംഗ്ലൂർ നെസ്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. അയാൾ ജോലി ഇപ്പം റിസൈൻ ചെയ്ത് സിനിമയിലോട്ട് ശ്രദ്ധിച്ച് ഇരിക്കുവാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് അവർ ചെയ്യുന്ന ഏതാ മൂവീസ് ചെയ്യുന്ന? ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ലോകി സാറല്ലേ കണ്ടുപിടിച്ച വിനുവിനെ? നിവേദ്യം. ആ സിനിമയിലെ പാട്ടോ ആരാ മറക്കാത്ത അല്ലേ? എല്ലാരും എവർഗ്രീൻ ഹിറ്റാ. ആ പാട്ടൊന്ന് പാടിക്കോടോ. എന്നാടോ കുഴപ്പം? അതെ, എനിക്ക് പാട്ടിന്റെ വരിയൊന്നും അറിയത്തില്ല ആന്റി, അതാ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാലും കൊലക്കുഴൽ വിളി കേട്ടോ അല്ലേ? എന്റെ സ്വന്തം വരി ഇതൊക്കെ എഴുതിയിട്ടുള്ള ഈ പാട്ടൊക്കെ ഇഷ്ടമുള്ളവർ എന്നെ എടുത്തിട്ട് അടിക്കുമോ? ഞങ്ങള് ഡിഫെൻഡ് ചെയ്തോളാം. 2 വരിയടാ. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. മതി. എന്തായാലും നല്ല രസമാണ്. ഇയാൾ എന്താ പഠിക്കുന്നത് ഇപ്പൊ? അല്ല, അഡ്വക്കേറ്റ്സിന് ചെലപ്പ് വേണം കേട്ടോ. ഇല്ലെങ്കിൽ പറ്റിയ കോഴ്സ് അത്. ചിലപ്പോ എന്റെ ചിലപ്പ് കണ്ടിട്ടായിരിക്കും അന്ന് ലോ കോളേജിൽ പോകുന്ന കോഴിക്കോട്. പക്ഷെ നല്ല കേട്ടോ, ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമായിരുന്നു ഈ പ്രൊഫഷൻ. അല്ല, സത്യമായിട്ട് എനിക്ക് ചെറുതിലെ എനിക്ക് അഡ്വക്കേറ്റ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഞാൻ അഡ്വക്കേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ +2 +1 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ അറിഞ്ഞൂടാ, അതിനോടൊരു ഇഷ്ടം തോന്നി. ഹെൽപ്പ് അങ്ങനെ ഉണ്ടോ? അല്ല, അച്ഛന് ഈ വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ LLBക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അച്ഛൻ ഇതുപോലെ മ്യൂസിക് എടുക്കാനോ MA മ്യൂസിക്കോ BA മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാനോ. ഞാൻ ഫിലോസഫി BA ചെയ്തിരുന്നു, അപ്പൊ അതിന് MA എടുക്കാനോ ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ കോലക്കുഴിയിൽ പറഞ്ഞപ്പോഴാണ് എന്റെ അപ്പച്ചമ്മനകത്ത് ആവി വന്നതാണ്. ഞാൻ മണം വരുന്നല്ലേ.
ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ചിക്കൻ ബിരിയാണിയും കോഴിക്കോടൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല എവിടെയോ എന്നാ തരം ഭക്ഷണങ്ങളുണ്ട്. അമ്മ പറയുന്നു. ഞാൻ ചിക്കൻ വട്ടിച്ചിട്ട് ചോറ് കഴിക്കും. അപ്പൊ അതുകൊണ്ട് അട ഇച്ചിരി ഡയറ്റിനെ ഉദ്ദേശിച്ചാണ്. അയ്യോ ആ ഡയറ്റ് ഒന്നും അതൊന്നും പറ്റത്തില്ല എനിക്ക്. ഇഷ്ടായോ? നല്ല എരിവുണ്ട്. എരിവ് എന്നോട് എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തില്ല. സ്പൈസി ആണല്ലോ. ഓക്കെ. അടയ്ക്കകത്തും ആ ചെമ്മീന്റെ ഫ്ലേവർ ഉണ്ട് ഇച്ചിരി. ആണല്ലേ? എന്നാലും കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചെറിയ കട്ട്ലറ്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല നല്ല ഫ്ലേവർ ഉണ്ട്. ഓക്കെ. അപ്പൊ സമാധാനായി. ഇനി സമാധാനത്തിലിരിക്കാലോ. ചേച്ചിയോട് ഒരു കാര്യം ചെയ്യണ്ടേ? സായി ചേട്ടൻ എന്നാ പറയുന്നത്? എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒക്കെ അന്വേഷണം പറയണേ ചേട്ടനോട്. അതാ ചേച്ചിയോട് ആകുമ്പോ ചേട്ടൻ ഇനി അടുത്ത് ഇവിടെ വരണം. എന്താന്ന് വെച്ചാൽ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇതേപോലെ അറിയണ്ടേ അല്ലേ? അച്ഛന്റെ സമയത്തൊക്കെ ഇല്ലേ വീട്ടിലെപ്പോഴും ആൾക്കാരൊക്കെ വരികയല്ലേ, സിനിമാക്കാരായാലും ഇപ്പം സെലിബ്രിറ്റീസ് ആയാലും ഒക്കെ വരികയല്ലേ. അപ്പൊ ആ കാലഘട്ടമൊക്കെ ഒന്ന് ചേച്ചി പറയാവോ? അന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ, അന്ന് നമ്മുടെ നാട്ടിലല്ലല്ലോ ഷൂട്ടും, മിക്കവാറും അങ്ങ് മദ്രാസിലൊക്കെ അല്ലേ. അപ്പം എന്നാലും വീട്ടിൽ വരുന്ന സമയത്ത് നസീറങ്ങള്, പാസിമാമന്, SP പിള്ള മാമന്, GK പിള്ള ചേട്ടൻ, അവരൊക്കെ മിക്കവാറും വീട്ടിൽ വന്ന് തമാശ എല്ലാം പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് അങ്ങനെ പോവാ. പാസിമാമനൊക്കെ വന്നാ ഭയങ്കര തമാശയാ. എന്തെങ്കിലും അല്ലല്ല, നല്ല ഫ്രണ്ട്ഷിപ്പിലാ അവരൊക്കെ വരുന്നത്. അല്ലാതെ അവര് വരുന്നതോടുകൂടി നമ്മുടെ വീട്ടിലൊരു ആർട്ടിസ്റ്റ് വന്നു എന്നുള്ള ഒരു രീതിയൊന്നും അല്ല, ഒരു നമ്മുടെ കുടുംബക്കാർ വരുന്ന പോലെ. ചേച്ചി അപ്പൊ ഇപ്പൊ ചേച്ചി ശരിക്കും ഒരു ഭാഗ്യമുണ്ട്, ഒരുപാട് ഭാഗ്യം നിറഞ്ഞ ചേച്ചിയാണ്. ഈ പറഞ്ഞ കൂട്ട് എല്ലാം ഒരു കലാ കുടുംബത്തിലേക്കാണ് ചേച്ചിയുടെ ജനനം. അച്ഛൻ, സായി ചേട്ടൻ, ചേച്ചി ആയാലും എല്ലാവരും ഒരു കല നിറഞ്ഞത്, മക്കളായാലും ചേട്ടനായാലും എല്ലാവരും കലയുടെ ഒരു കുടുംബത്തിലാണ് ചേച്ചി. ഇതാ കൂടെ വന്ന ആള് പോലും നല്ലൊരു എന്നാ പറയാ കലാഹൃദയമുള്ള കുഞ്ഞുകൂടിയാണ്. ഇതിപ്പോ ചേച്ചി നല്ല ഭാഗ്യം നിറഞ്ഞ ജന്മ ചേച്ചിക്ക് കിട്ടിയത്. അടുത്തൊരു ജന്മത്തിലും ചേച്ചിക്ക് ഇതേപോലെ വേണം. അയ്യോ എന്നാ ചേച്ചി ഇനിയും വേണം ഒരു ജന്മം മതി, മനുഷ്യജന്മം ഒരു ജന്മം മതി എന്നാ എന്റെ ആഗ്രഹം. മതി. ഓക്കെ. അഥവാ ഇനിയിപ്പോ ഒരു ജന്മം കിട്ടുവാന്നേലും എന്നാ പറയും ചേച്ചി? ഭഗവാന്റെ അടുത്ത് നിന്ന് ചോദിക്കാ, ഭഗവാൻ ചോദിക്കുക എനിക്കൊരു ജന്മം കിട്ടാന്ന് ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഞാനൊരു കാക്കയായിട്ട് ജനിക്കുന്നതെന്ന്. അല്ല, അതിന് ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. വെറുതെ ഞങ്ങൾ ആരും ന്യൂ ജനറേഷൻ ഒന്നും വെറുതെ പറയില്ല. അടുത്ത ജന്മം കാക്കയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാ അറിയോ, അമ്മ ഇപ്പൊ നമ്മള് നല്ല ക്വാളിറ്റി ആണ്, എന്നാലും നമ്മ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു സംഭവം അമ്മയ്ക്ക് ഭയങ്കര ഇതായിട്ടുള്ള. അപ്പൊ ഒന്നും കളയാൻ സമയമില്ല വീട്ടിലിപ്പൊ നമ്മുടെ പ്ലേറ്റില്. കുറച്ച് കൂടുതൽ പറയാ കേട്ടോ. അല്ലല്ല, ഞാൻ ടു ദ പോയിന്റ്. കാരണം ഫുഡ് എന്തെങ്കിലും എന്താ ബാക്കി വെച്ചിരുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളോ, എന്തിനാ ഇത്ര വേസ്റ്റ് ചെയ്ത് കളയുന്നത്, ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയരുത്, നിങ്ങളടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനെ ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് എന്താ ലാസ്റ്റ് സംഭവിക്കുന്നത്, എല്ലാവരുടെ പ്ലേറ്റിൽ നിന്നും ബാക്കി വരുന്ന ഒക്കെ എടുത്ത് വേസ്റ്റ് എല്ലാം അമ്മ തന്നെ കഴിക്കും. പഴയതൊന്നും അവിടെ ഇരിക്കില്ല, എല്ലാം ശോഭ വെച്ചോളൂ. ഫുഡ് കളയുന്നതല്ലാണോ? ഇത് ഞാനും ചെയ്യുന്നുണ്ട്, ചേച്ചിയോടൊപ്പം ഞാനും ചേരാം. എന്നാ ഈ ലോകത്തുള്ള സകല വീട്ടമ്മമാരും കാക്കയായിട്ട് ജനിക്കേണ്ടി വരും, ഉറപ്പാ. കാര്യം എന്നാന്നറിയോ, പിള്ളേര് കഴിച്ചിട്ടേ നമ്മൾ കഴിക്കുള്ളൂ. ബാലൻസ് വരും, നമ്മൾ കഴിക്കണ്ടേ. അതെല്ലാം വീട്ടമ്മമാർക്കും ഉള്ളതാ മോളെ. ഇത് മിക്കവാറും അടുത്ത ജന്മം മിക്കവാറും ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ കാക്കകളായി മാറുകയുള്ളൂ. ഇനി ചേച്ചി ഇപ്പൊ കാക്കെന്ന് പറഞ്ഞില്ലേ, ഭാവിയിൽ നമുക്ക് ഇത് ചോദ്യം അങ്ങോട്ടും കൂടെ ഒന്ന് ചോദിക്കാം. എന്തായാലും സന്തോഷമുണ്ട്. ചേച്ചി എന്റെ അടുക്കളയിൽ വന്നു, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ചിരിക്കുന്ന ഒരു ശോഭ ചേച്ചിയെ കണ്ടു, ഭയങ്കര പോസിറ്റീവ്. അതിന്റെ കൂടെ തന്നെ ചേച്ചിയോട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയറിയോ, ചേച്ചി ഒത്തിരി പാവാ. ഇപ്പൊ ചേച്ചിയെ കണ്ട എൻ്റെ പ്രേക്ഷകർക്കായാൽ പോലും ചേച്ചീനെ കുറച്ച് അടുപ്പം വരും, ചേച്ചിയോട് ഒരു സ്നേഹം വരും. ചേച്ചീനെ മിക്കവാറും എൻ്റെ പ്രേക്ഷകരും ഞാനും എല്ലാം ഒരു മൂത്ത ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പോളായിട്ടോ ഒക്കെ കൂട്ടും. ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ചേച്ചിയായിട്ടൊക്കെ ഞങ്ങൾ കൂട്ടും.